അമേരിക്ക, റഷ്യ, ഇസ്രായേൽ, പിന്നെ പല അറബ് രാജ്യങ്ങളൊക്കെ ഇത് നിരോധിച്ചിട്ടുണ്ട്. 67 രാജ്യങ്ങളാണ് LGBTQ നിരോധിച്ചേക്കണേ. ഇന്ത്യയിലാണ് ഇപ്പൊ അന്യായ രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതിപ്പോ മൈനോറിറ്റിയാണ്. ഇപ്പൊ ഈ ഇരുവാദം പറഞ്ഞുകൊണ്ട് അവരിന്റെ മെജോറിറ്റി ആയുള്ള അവസ്ഥ ആലോചിക്ക്. ഇപ്പൊ പെണ്ണും മാത്രം, ആണും മാത്രം റിലേഷൻഷിപ്പിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്യും? ഇനി ആണ് വേണ്ടെന്നുള്ള സിറ്റുവേഷൻ വരും. പെണ്ണായ മാത്രമേ ആണിന് വാല്യൂ ഉള്ളൂ എന്നുള്ള സിറ്റുവേഷൻ. ഇവനീ പറയുന്ന ഈ അമേരിക്കയും ഇസ്രയേലൊക്കെ എന്നാണ് പ്രോപ്പർലി LGBTQ നിരോധിച്ചത്? വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് 64ഓളം രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്ന്. പക്ഷേ ഇത് ഡീക്രിമിനലൈസ് ചെയ്ത 129ഓളം രാജ്യങ്ങളെക്കുറിച്ച് ഈ മോന് അറിയത്തില്ല. പിന്നെ ലോകത്ത് 5 to 10% വരെ മാത്രമുള്ള LGBTQ+ ആൾക്കാർ വിചാരിച്ചാൽ ഇവൻ്റെയൊക്കെ റീപ്രൊഡക്ഷന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി കാണപ്പെടുന്ന മൃഗങ്ങളൊക്കെ എന്നേ വംശനാശം സംഭവിച്ച് തീർന്നനെ. പിന്നെ മോനെ, ഇപ്പോൾ ഈ ലോകം ഭയങ്കര ഓവർ പോപ്പുലേറ്റഡ് ആണ്. ഇനി LGBTQ കമ്മ്യൂണിറ്റി കാരണം അതൊന്ന് കൺട്രോൾ ആകുന്നെങ്കിൽ അങ്ങ് ആകട്ടെ എന്നേ. ഹോമോസെക്ഷൽസ് ആയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, അടുത്തൊരു ജനറേഷൻ ഉണ്ടാകില്ല എന്നൊക്കെ ഇവനോട് ആരാ പറഞ്ഞത്? എടാ, ഈ ശാസ്ത്രമൊക്കെ ഒരുപാട് അങ്ങ് വളർന്നു, നിന്റെ തലച്ചോറ് പോലെ അല്ല. അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. വരും തലമുറയെക്കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാം. ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചൊക്കെ ആദ്യം ചിന്തിക്കുക. ലോകത്തെ ഓർത്ത് വല്ലാത്ത വിഷമം തന്നെയാണ് കേട്ടോ ഇദ്ദേഹത്തിനൊക്കെ. പക്ഷേ ആ ലോകം എന്ന് പറയുന്നത് LGBTQ+ എന്ന കമ്മ്യൂണിറ്റി മാത്രമാണ്. അവർ മാത്രമാണ് പ്രശ്നം. എങ്കിൽ പിന്നെ അവർക്കും പറയാമല്ലോ, ലോകത്ത് ജനസോയിഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്യുന്ന, റേപ്പ് ചെയ്യുന്ന, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന, കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന, തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് 99% ഹെട്രോസെക്ഷൽസ് ആണ്. അപ്പോൾ അവർ പറയാണ് ഇതൊക്കെ ചെയ്ത് ലോകം നശിപ്പിക്കുന്ന ഹെട്രോസെക്ഷൽസിനെ കൊണ്ട് ഞങ്ങൾ മടുത്തു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുക 1-2 വിടലകളെ കൂടെ കാണിച്ചു തരാം. ഇത് നോർമലൈസ് ചെയ്യുന്നതാണ് കേട്ടോ ഇവരുടെയൊക്കെ പ്രശ്നം. എങ്കിൽ പിന്നെ ഇവരൊക്കെ ജനിക്കുന്നതിന് മുൻപ് നോർമൽ അല്ലാതിരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. സ്ത്രീകൾക്ക് വോട്ടിടാനുള്ള അവകാശം വേണമെന്ന് പറയുന്നത് നോർമൽ അല്ലായിരുന്നു. സ്ത്രീകൾക്ക് സ്വന്തമായി സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞാൽ അതും നോർമൽ അല്ലായിരുന്നു. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് കൈവശം വയ്ക്കാനുള്ള അവകാശം, എന്തിന് ലോൺ എടുക്കാനുള്ള അവകാശം വേണമെന്ന് പറയുന്നത് നോർമൽ അല്ലായിരുന്നു. പോട്ടെ, ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാലോ, അതും നോർമൽ അല്ലായിരുന്നു. അവർക്കിഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞാൽ അതും നോർമൽ അല്ലായിരുന്നു. ഇനി ചെയ്യാൻ അവകാശമുള്ള ജോലിയിൽ മെറ്റേണിറ്റി ലീവ്, സുരക്ഷ എന്നിവയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതും നോർമൽ അല്ലായിരുന്നു. എന്തിന് പ്രോപ്പർ സിവിൽ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ അതും നോർമൽ അല്ലായിരുന്നു. ഇന്ന് അബ്നോർമലായ ആൾക്കാർ കാണുന്ന ഗാർഹിക പീഡനം അതന്ന് നോർമലായിരുന്നു. ഇതെല്ലാം ഒരു കാലത്ത് നോർമലൈസ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത സാധനങ്ങളായിരുന്നു. അന്നും ആൾക്കാർ ഇതെല്ലാം നോർമലാക്കണം, അവർക്കും അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഇതുപോലെ എതിർത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ആൾക്കാർക്കെതിരെ പൊരുതിയും സമരം ചെയ്തും ഒക്കെ തന്നെയാണ് ഇതെല്ലാം നോർമലൈസ് ആക്കിയത്. അന്നത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഇന്നിങ്ങനെ വന്നിരുന്ന് വെടലത്തരമെല്ലാം റീൽസായിട്ട് ഇടാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ, ചിലപ്പോൾ ഇത്തരം വിഡ്ഢികൾ അന്നും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ പോസ്റ്റ് ചെയ്തിനെ ഡിഡ് സോ മെനി ക്രിഞ്ച് തിങ്സ് ഇൻ ലൈഫ് ബട്ട് നെവർ സപ്പോർട്ടഡ് ഈക്വൽ റൈറ്റ്സ് എന്ന്. അത് 101% ഉറപ്പാണ്. പിന്നെ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ഫോബിയൊന്നും പരത്തുന്നില്ല, ഞങ്ങളുടെ അഭിപ്രായമാണല്ലോ പറയുന്നത്, ഞങ്ങളുടെ അഭിപ്രായം പറയാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലേ എന്ന്. മഴവില്ല് ഭൂമിയിൽ വേണ്ട ആകാശത്ത് മതി എന്ന് പറയുന്നതിനെ നിങ്ങൾ ഹേറ്റ് എന്നല്ലാതെ എന്താണ് വിളിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, സ്ത്രീകളുടെ റൈറ്റ്സ് ആകാശത്ത് മതി ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വെറും അഭിപ്രായമല്ല, അത് സ്ത്രീകൾക്കെതിരെയുള്ള ഹെയ്റ്റാണ്. അതുപോലെ ഇവരിവിടെ സ്പ്രെഡ് ചെയ്യുന്നത് പ്രോപ്പർ ഹെയ്റ്റ് സ്പീച്ച് തന്നെയാണ്.